Cryptocurrency. In this video, we are going to discuss about an important digital asset, cryptocurrency. So, a cryptocurrency is a new form of digital asset based on a network that is distributed across a large number of computers. So, cryptocurrency എന്ന് പറയുന്നത് ഒരു കറൻസിയാണ്. അതായത് കറൻസി നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ കറൻസി യൂസ് ചെയ്യുന്നത് പോലെ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഒരു കറൻസിയെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ അത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടറുകളിലൂടെയാണ്, അതായത് ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വഴിയാണ് ഈ ട്രാൻസാക്ഷൻസ്, അതായത് ഡിജിറ്റൽ അസറ്റ് എങ്ങനെ പാസ് ചെയ്യുന്നത്. Okay, so cryptocurrency it is also known as digital currency or virtual currency that is secured by cryptography. സോ ക്രിപ്റ്റോഗ്രാഫി എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ സെക്യൂർഡ് ആകുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ക്രിപ്റ്റോഗ്രാഫി? ക്രിപ്റ്റോഗ്രാഫി എന്നുള്ള ടേം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആദ്യം അതിൻ്റെ മീനിങ് പറയാം. ക്രിപ്റ്റോഗ്രാഫി എന്നുള്ള ടേം വന്നിരിക്കുന്നത് രണ്ട് വേർഡുകളിൽ നിന്നാണ്, ക്രിപ്റ്റോ ആൻഡ് ഗ്രാഫി. ക്രിപ്റ്റോ സ്റ്റാൻഡ്സ് ഫോർ ഹിഡൻ ആയിട്ടുള്ള കാര്യത്തിനെയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. അതേസമയം ഗ്രാഫി എന്ന് പറയുന്നത് റിട്ടൺ. സോ റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഹിഡൻ ആക്കി വയ്ക്കുക, അതായത് നമ്മൾ കോഡ് ചെയ്യുന്ന പ്രോസസ്സ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതിയിട്ട് അതിനെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലേക്ക് അതിനെ കോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് വഴി സെക്യൂർഡ് ആകുന്ന കറൻസിയെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രിപ്റ്റോഗ്രാഫിയിൽ നമ്മൾ രണ്ട് കീസ് യൂസ് ചെയ്യുന്നുണ്ട്, പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ. സോ പബ്ലിക് കീ എന്ന് പറയുന്നത് അത് നമ്മൾ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീയാണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഭാഷയിൽ എഴുതിയിട്ട് അതിനെ നമ്മൾ മനസ്സിലാകാത്ത ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, അതായത് ആ കോഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾക്ക് പബ്ലിക് കീ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു കോഡഡ് ലാംഗ്വേജ് പിന്നീട് അൺകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീയാണ് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൈവറ്റ് കീ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ച് അത് എന്താണെന്നുള്ളത് ഹിഡൻ ആയിട്ടുള്ള കാര്യത്തിനെ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ഈ രണ്ട് കീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ സംഭവത്തിനെയാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രിപ്റ്റോഗ്രാഫി വഴി സെക്യൂർഡ് ആകുന്ന ഒരു കറൻസിയെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ ദ ടെക്നോളജി ഓഫ് ക്രിപ്റ്റോഗ്രാഫി മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ ദ ക്രിപ്റ്റോ കറൻസി ടു സ്പെൻഡ് ട്വൈസ് ഓർ കൗണ്ടർഫെയ്റ്റ്. അതായത് ഈ ക്രിപ്റ്റോഗ്രാഫി പ്രോസസ്സ് ചെയ്യുന്നത് വഴി, ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് എന്താ പറയുക, ഡബിൾ ട്രാൻസാക്ഷൻസ്, അതായത് ഒരു ട്രാൻസാക്ഷൻ തന്നെ നമുക്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ കൗണ്ടർഫെയ്റ്റ് ട്രാൻസാക്ഷൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ റിപ്പീറ്റഡ് ട്രാൻസാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇപ്പം നമ്മൾക്ക് അറിയാം, നമ്മൾ സാധാരണ കറൻസി ഒരു നോട്ടാണെന്നുണ്ടെങ്കിൽ ആ നോട്ടിലൊരു നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ക്രിപ്റ്റോഗ്രാഫി പ്രോസസ്സ് വഴി നമ്മൾ സെക്യൂർഡ് ആക്കുമ്പോൾ ആ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ നമ്പർ എന്ന് പറയുന്നത് ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും. ഓരോ കറൻസിക്കും ഓരോ യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ യുണീക്ക് നമ്പർ ഒരു തവണ മാത്രമേ നമ്മളൊരു ട്രാൻസാക്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ട്രാൻസാക്ഷന് നമ്മൾ ഒരു തവണ ആ കറൻസി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കറൻസി കഴിഞ്ഞു, പിന്നീട് ആ കറൻസി നമുക്ക് വീണ്ടും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോഗ്രാഫി പ്രോസസ്സ് വഴി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിന് സാധിക്കില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ അതാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യയിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ കണക്കിന്, ഒരു 100 കണക്കിന് ക്രിപ്റ്റോ കറൻസി ടൈപ്സ് അവൈലബിൾ ആണ്. പക്ഷേ പിന്നെ ഇന്ത്യയിൽ കുറച്ചും കൂടെ ഒന്ന് ഫെമിലിയർ ആവാനുണ്ട്. അതിന് കുറേ ആദ്യകാലത്തൊക്കെ ക്രിപ്റ്റോ കറൻസി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയറുകൾ വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു കറൻസി നമ്മൾ ഒരു ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് വഴിയാണ് ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കറൻസി വാങ്ങിക്കുകയാണെങ്കിൽ ആ വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് എന്താണ് പിന്നീട് റെക്കോർഡഡ് ആണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ട്രാൻസാക്ഷൻസ് പിന്നെ ഷെയർ വാങ്ങിക്കുന്നത് പോലെയാണെങ്കിലും അതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഷെയർ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കുമ്പോൾ നമ്മൾക്കതിന് പ്രത്യേകിച്ച് പ്രൂഫൊന്നും ഇല്ല. സോ പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ആരെങ്കിലും ഇത് വാങ്ങിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ആളുകൾ വിൽക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ നേരിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് കറൻസി ഡയറക്റ്റായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തിരുന്നത്. സോ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഒരു എക്സ്ചേഞ്ച് വഴി ട്രാൻസാക്ഷൻസ് സുഖമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു കറൻസി നമുക്ക് അതിൻ്റെ വില കൂടുകയും കുറയുകയും നമ്മൾ ഷെയറിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ നമുക്കറിയാം. കറൻസിയുടെ മൂല്യം നമ്മളുടെ രാജ്യത്തുള്ള ഓരോ എക്കണോമിക് ചേഞ്ചസിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നമുക്ക് ബൈയിങ് അല്ലെങ്കിൽ സെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ many cryptocurrencies are decentralized networks and are based on technology of blockchain. സോ ഈ ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ ഒട്ടുമിക്ക ക്രിപ്റ്റോ കറൻസികളും ഡീസെൻട്രലൈസ്ഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സെൻട്രൽ അതോറിറ്റി ഇല്ല. അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തത്, ആരാണ് ഇതിനെ ഡിറൈവ് ചെയ്തത്, എന്ത് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു കറൻസിയെ ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക്സ് ആണ്, അതിന് കോമൺ ആയിട്ട് ഒരു കൺട്രോളിങ് അതോറിറ്റി ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടെക്നോളജി ഓഫ് ബ്ലോക്ക് ചെയിൻ. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി വഴിയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ? Blockchain technology is used to keep an online ledger of all the transactions that have been conducted relating to a particular cryptocurrency. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അത് ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തുമ്പോഴും അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ഓൺലൈൻ ലെഡ്ജർ സംവിധാനം, അതിനെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. സോ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇതിന് വളരെയധികം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അതുവഴി നമുക്ക് വീണ്ടും ട്രാൻസാക്ഷൻസ്, ഫോൾസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു കറൻസി യൂസ് ചെയ്തിട്ട് ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ക്രിപ്റ്റോ കറൻസി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാലറ്റ് ഉണ്ടായിരിക്കും. ആ വാലറ്റിൽ നിന്നാണ് നമുക്ക് പിന്നീട് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ നമുക്കതിൽ നിന്ന് ആ വാലറ്റിൽ നിന്നാവും പോവുക. സോ ആ വാലറ്റിൽ നിന്നും നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസീസ് ഒരു ട്രാൻസാക്ഷൻസിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സിമിലർ ട്രാൻസാക്ഷൻസിന് സിമിലർ കറൻസി ഒറ്റ ടൈമിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെ അത് കണ്ടുപിടിക്കാൻ നമുക്ക് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വന്നിട്ടുള്ളത്. സിൻസ് ദ മാർക്കറ്റ് പ്രൈസസ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് ആർ ബേസ്ഡ് ഓൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ് and the rate at which a cryptocurrency can be exchanged for another can fluctuate widely. So cryptocurrencies-ന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണ ഒരു കറൻസി പോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലും നമ്മൾ ഷെയർസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ഷെയറിൻ്റെയൊക്കെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയുടെയും സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വാല്യൂയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഈ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടും, അതേസമയം സപ്ലൈ കുറയുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റേറ്റ് കൂടും. ഈ ഒരു തിയറി ബേസ് ചെയ്തിട്ടാണ് ക്രിപ്റ്റോ കറൻസീസും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് പറയാനുള്ളത്. ബിറ്റ്കോയിൻ ഒരു പ്രധാനപ്പെട്ട ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. സോ ബിറ്റ്കോയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 2009 ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് നോൺ ബൈ ദ pseudonym സതോഷി നാക്കമോട്ടോ. ഓക്കെ, ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഈ ബിറ്റ്കോയിൻ. സോ ഈ ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇറ്റ് മേ ബി ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം. അവരൊരു അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്, ഒരു സ്യൂഡോണിമിലാണ് അറിയപ്പെടുന്നത്. സതോഷി നാക്കമോട്ടോ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് മേ ബി ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്. സോ അവരാണ് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ കറൻസി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി. ബിറ്റ്കോയിൻ അറിയപ്പെടുന്നത് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ്.
It is a new electronic cash system that uses a peer-to-peer network to prevent double spending. സോ നമ്മൾ പറഞ്ഞു ക്രിപ്റ്റോ കറൻസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഡബിൾ സ്പെൻഡിങ് ഒഴിവാക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു എയിമോട് കൂടിയാണ് ഈ ക്രിപ്റ്റോ കറൻസി വന്നിട്ടുള്ളത്. സോ ഇലക്ട്രോണിക് ആയിട്ടുള്ളൊരു ക്യാഷ് സിസ്റ്റമാണ്. അതിൽ ഇൻ്റർനെറ്റ് വഴി, അതായത് പിയർ ടു പിയർ കമ്പ്യൂട്ടേഴ്സ് വഴിയാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ അതിലൂടെ ഡബിൾ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡബിൾ സ്പെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് വിത്ത് നോ സെർവർ ഓർ സെൻട്രൽ അതോറിറ്റി. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ല. ഏത് രാജ്യത്താണ് ഡെവലപ്പ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്നോ എന്നൊക്കെ അൺനോൺ ആണ്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സെൻട്രൽ അതോറിറ്റി ഇല്ല. ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ലിങ്ക്ഡ് ടു എനി കൺട്രി ഓർ സബ്ജക്റ്റ് ടു റെഗുലേഷൻ. ഒരു പ്രത്യേക രാജ്യത്താണെന്നോ ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുന്നതാണെന്നോ അല്ലെങ്കിൽ ഇന്ന അപ്പെക്സ് അതോറിറ്റിയുടെ അണ്ടറിലാണ് വരുന്നതെന്നോ എന്നുള്ളതൊന്നും നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിനെ പറയാൻ പറ്റില്ല. അതൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആണ്. Okay, so this bitcoin can be used to purchase merchandise anonymously. സോ നമ്മൾ സാധാരണ സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് പോലെ, പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നത് പോലെ ഈ ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിൻസും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ individuals can earn bitcoins as rewards for solving complex cryptographic puzzles. ഓക്കെ, സോ ബിറ്റ് കോയിൻസ് നമ്മൾ ഏൺ ചെയ്യാൻ, അല്ലെങ്കിൽ ബിറ്റ് കോയിൻസ് ഇങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫിക് പസിൽസ് സോൾവ് ചെയ്യുന്നതിലൂടെയായിരുന്നു. ഓക്കെ, അതായത് ക്രിപ്റ്റോഗ്രാഫിക് പസിൽസ് എന്ന് പറയുന്ന ഡിജിറ്റ്സിലൂടെയുള്ള ആ ഒരു പസിൽസ് സോൾവ് ചെയ്തിട്ടാണ് ഓരോ ക്രിപ്റ്റോ കറൻസീസും എന്ത് ചെയ്യുന്നത്, ബിറ്റ് കോയിൻസും ഡിറൈവ് ചെയ്യുന്നത്. സോ അതിൽ ട്രാൻസാക്ഷൻസിൽ ഇൻഡിവിജ്വൽസിന് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓരോ ക്രിപ്റ്റോ കറൻസീസും അങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൈനിങ്. അപ്പോൾ ബിറ്റ് കോയിൻ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ഡിറൈവ് ചെയ്യുന്നത് മൈനിങ് എന്ന പ്രോസസ്സിലൂടെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ എന്താണ് ഈ മൈനിങ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ക്രിപ്റ്റോഗ്രാഫിക് പസിൽസ് സോൾവ് ചെയ്തിട്ട് ഓരോ ബിറ്റ് കോയിൻസും ഡിറൈവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. സോ മൈനിങ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ബിറ്റ് കോയിൻസ് ഡിറൈവ് ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ മൈനിങ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു സിസ്റ്റം, ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെയധികം കോംപ്ലക്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമുക്ക് സാധാ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടോ നമുക്ക് ഈ ഒരു പസിൽസ് സോൾവ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വളരെയധികം പ്രോഗ്രാമിംഗ് അറിയണം. അപ്പോൾ അങ്ങനെയുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഈ ബിറ്റ് കോയിൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ബിറ്റ് കോയിൻസിൻ്റെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അത് ഡിറൈവ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫിക് പസിൽസ് എന്നുള്ളൊരു പ്രോസസ്സ് വഴിയാണ്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ.